എന്തിനാ ശ്രേയ ഹേമയോട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്? ഞാൻ വിചാരിച്ചതുപോലെ നടന്നു മമ്മി. ചാരു കളി തുടങ്ങി. കല്യാണം നടത്തി തരാന്ന് മാഷ് സമ്മതിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് മാറി താമസിക്കണമെന്ന് ഡിമാൻഡ് വെച്ചെന്ന്. മാഷിന്റെ ഡിമാൻഡ് ഹേമയും മോനും സമ്മതിച്ചു. ഞാൻ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത് എന്തിനാണെന്ന് അമ്മയും മോനും മറന്നെന്ന് തോന്നുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ ആ വീട്ടിൽ കയറി എന്തും ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടിയാ. എന്നാലും നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് എന്തിനാ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ അത് അവരംഗീകരിക്കാൻ പോകുന്നില്ല. അമ്മയും മോനും ഓടിക്കിതച്ച് ഈ പടിക്കലെത്തും. മമ്മി കണ്ടോ? രമേശേട്ടാ, അശ്വ ചേച്ചി കല്യാണത്തിന് പോകുന്നുണ്ടാവും. അല്ല, സീറ്റ് വാങ്ങി തന്ന ശ്രേയോട് നന്ദി കാണിക്കാൻ കല്യാണത്തിന് പോകാതിരിക്കുന്നത് എങ്ങനെയാ? ധനു, നിനക്ക് ഇത്തരം സംശയങ്ങൾ ഉണ്ടാവുമ്പോ എന്നെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കണ്ടേ? എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ സംസാരിക്കണ്ടേ? ആരുടെ മുന്നിൽ വെച്ചായാലും അനുമോളെ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഞാൻ ഈ കല്യാണത്തിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമല്ലേ അമ്മാവ. ആദ്യം അകത്തേക്ക് പോയ വലിയളിയനെയും അപ്പച്ചയും കാണുന്നില്ലല്ലോ എന്നുള്ളതാ. അകത്തെന്തോ ചർച്ചയാ. അതെന്തായിരിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്.